വ്യാഴാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന അവൽ നേർച്ച ഏറ്റവും വളരെ പ്രസിദ്ധമാണ്. ഇതിലാദ്യം മുതലേ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. മുക്കത്തെ കുടുംബാംഗങ്ങൾ, പഴയകാല അപ്പച്ചന്മാർ തുടങ്ങിയ ആ വലിയ ഒരു സംരംഭം ഇന്നും അതിൻ്റെ ആ ഭക്തിയും അതിൻ്റെ പകിട്ടും പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട കുടുംബാംഗങ്ങൾ ഇന്നും ഈ അവൽ നേർച്ച നടത്തുന്നത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഏകദേശം ഇപ്പോൾ 500 വർഷത്തോളം എത്തിച്ചേർന്നിരിക്കുന്ന 5 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്ന ഈ ചരിത്രപരമായ ഈ ചടങ്ങിൽ ഇന്ന് ജാതി മത വ്യത്യാസങ്ങൾ ഇല്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മതമൈത്രിയുടെ കൂടെ സന്ദേശം വഹിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. മുക്കത്ത് കുടുംബയോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ അവൽ നേർച്ചയ്ക്ക് നാനാ ജാതി മതസ്ഥരുടെയും പ്രാചീനമായ ഈ ഒരു അവൽ നേർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇത് അതിശയമായി ഇത് നടക്കുന്ന ഒരു സംഭവമാണ്. ഇത് അനേക ലക്ഷം ജനങ്ങൾ ഇവിടെ വന്ന് പങ്കെടുക്കുകയും ഈ അവൽ നേർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും വളരെ സന്തോഷകരമാണ്. യോഗത്തിൻ്റെ ഈ അവൽ നേർച്ചയ്ക്ക് എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഞങ്ങളും എല്ലാ വർഷവും ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അനേകർക്ക് പ്രയോജനകരമായിട്ട് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ പങ്കുചേർന്ന് ഈ പെസഹായുടെ ദിനത്തിൽ ഈ വലിയ സുദിനം സന്തോഷകരമാക്കി തീർക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ ഇടയാക്കുന്നുണ്ട്. വളരെ അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷയായി ഞങ്ങളിതിനെ വർഷം തോറും കൊണ്ടാടുന്നു. വളരെയധികം ജാതി മതഭേദമന്യേ വളരെയധികം ആളുകൾ ഈ അവൽ നേർച്ചയിൽ സംബന്ധിക്കുന്നുണ്ട്. കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അമ്മച്ചിയാണ് ഈ 6-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച 96 വയസ്സ് കഴിഞ്ഞ് 97 വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അവല് നനയ്ക്കുന്ന ഈ പ്രസ്താവന കാണാൻ വേണ്ടി മാത്രം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിയതാണ്. ഞങ്ങൾ എല്ലാ കൊല്ലവും ഇതിൽ പങ്കെടുക്കാറുണ്ട്. വളരെ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ എല്ലാ വർഷവും പെസഹ വ്യാഴാഴ്ച ഇവിടെ എത്തുകയും ഈ അവൽ നേർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു വല്യമ്മച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് ഉള്ള ഒരു പരിപാടിയാണിത്. സന്തോഷമായി അത് കാണാനും കേൾക്കാൻ ആദ്യമായിട്ട് വരുവാ. കുമ്മനാട്ട് കുടുംബത്തിൽ നിന്ന് വന്നതാണ് ഇതിന്റെ സന്തോഷം പങ്കിടാനായിട്ട്. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പരിപാടി ആദ്യമായിട്ടാണ് കേരളത്തിൽ കാണുന്നത്. ഇത്രയും ആൾക്കാർക്ക് വളരെ ശാന്തമായിട്ട് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് നടന്ന പരിപാടിയിൽ എനിക്കും വന്ന് സംബന്ധിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. അരമണിക്കൂർ കൊണ്ട് പരിപാടി തീർത്ത് പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത്തരത്തിലൊരു വലിയ ബൃഹത്തായ പരിപാടി ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അത് തന്നെയല്ല ഇത്രയും വർഷങ്ങളായിട്ട് നടക്കുന്നതും എല്ലാ ആൾക്കാരും സഹകരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. എല്ലാവർക്കും വളരെ അനുമോദനങ്ങൾ. I take pride in participating for this program and I'm proud to be part of the family. Thank you. ഇവിടെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഇതല്ലേ അവൽ നേർച്ച. മുഖത്തുടുംബത്തിൻ്റെ ഈ പഴയ സുറിയാനി പള്ളി വെച്ച് വളരെ ചെറുതായിട്ട് തുടങ്ങി ഇപ്പോൾ വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു അനുഭവമാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇതിൽ പങ്കെടുക്കുന്നത്. കുറച്ചേറെ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നു ഇവിടെ. അതുകൊണ്ട് ഇതിനൊരു ചെറിയൊരു മാറ്റം പരിഷ്കാരം വരുത്തണം ഈ കൊടുക്കുന്നതിൽ. പള്ളിയിൽ പ്രായമായി വരുന്ന അമ്മമാർക്കും അപ്പച്ചന്മാർക്കും ഇത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇത് കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പാരമ്പര്യമായി ഇത് തുടർന്ന് വരികയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് മുക്കത്തെ അമ്മച്ചി തുടങ്ങിയ ഈ അവൽ നേർച്ച ഇപ്പോഴും തുടർന്ന് നല്ല രീതിയിൽ പോകുന്നു. മുക്കത്ത് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം മുക്കത്ത് അവൽ നേർച്ച എന്ന് പറയുന്നത് വളരെയധികം പരിപാവനവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമായിട്ടാണ് അംഗങ്ങൾ കരുതുന്നത്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ ഇത് എന്ന് ആരംഭിച്ചു എന്ന് വ്യക്തമായ കണക്കുകളില്ലെങ്കിൽ പോലും ഏതാണ്ട് 300 വർഷത്തെ പഴക്കം ഇതിനുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അന്ന് പെസഹ വ്യാഴാഴ്ച ഒരു ദിവസം മുക്കത്തെ ഒരു അമ്മ
അക്കാമ്മ എന്നാണ് അവരുടെ പേര്. അവർ പെസഹ വ്യാഴാഴ്ച കുർബാനയ്ക്ക് വന്നതിന് ശേഷം, കുർബാന കഴിഞ്ഞതിന് ശേഷം കഴിക്കാനായിട്ട് അല്പം ലഘുഭക്ഷണത്തിനായി അല്പം അവൽ കൊണ്ടുവന്നിരുന്നു. കുർബാന കഴിഞ്ഞതിന് ശേഷം ആ മകളാരത്നം ആ അവൽ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഇത് നൽകുകയും ബാക്കിയുള്ളത് അവർ ഭക്ഷിക്കുകയും ചെയ്തു. പിറ്റേ വർഷവും പെസഹ ദിവസം ആ അമ്മ കുറേ കൂടുതൽ അവൽപ്പള്ളിയിൽ കൊണ്ടുവരികയും എല്ലാവരും കൂടെ അത് ഭക്ഷിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഇതൊരു ചടങ്ങായി മാറി മുക്കത്ത് കുടുംബാംഗങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്തു. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ 1901 മുക്കത്ത് കുടുംബയോഗം രൂപം കൊണ്ടതിന് ശേഷം കുടുംബയോഗം ഈ പരിപാടി ഏറ്റെടുത്ത് തുടർച്ചയായി നടത്തുകയാണ്. ഇത് തുടങ്ങിയ കാലം മുതൽ ഇതുവരെ മുടക്കം കൂടാതെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഒരു വർഷം പോലും മുടക്കമില്ലാതെ നടത്തുന്ന ഈ അവൽ നേർച്ചയിൽ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും പങ്ക് ഉണ്ടെന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ്. ബുധനാഴ്ച രാത്രി അവൽ ശേഖരിച്ച് തേങ്ങ ശേഖരിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് അത് അവിടെ വെച്ച് കുടുംബാംഗങ്ങൾ തന്നെ ഇത് പാകപ്പെടുത്തി വ്യാഴാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് ജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് പാകപ്പെടുത്തിയ രീതിയിൽ സജ്ജീകരിക്കുകയാണ് സാധാരണ പതിവ്. ഇതിലേക്ക് ഓരോ വർഷവും കൂടുതൽ ആൾക്കാർ നേർച്ചയ്ക്ക് വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് അവലും തേങ്ങയും കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് കുടുംബാംഗങ്ങൾ വളരെ മഹത്തരമായി കരുതുന്ന ഒരു പരിപാടിയാണ്, പരിപാവനമായ ഒരു പരിപാടിയാണ്. ഈ പരിപാടിയിൽ ജാതി മതഭേദമന്യേ അനേകം ആൾക്കാർ ഇതിൽ പങ്കെടുക്കുകയും അവൽ നേർച്ച വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ ഒരു പ്രത്യേകത ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കൗൺസിലർമാരും ഒട്ടുമുക്കാലും കൗൺസിലർമാരും അതോടൊപ്പം തന്നെ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും പങ്കെടുത്ത് അവരുടെ എല്ലാം കൂട്ടായ സഹകരണത്തോടുകൂടി ഒരു വൻ വിജയമായി ഈ വർഷത്തെ അവൽ നേർച്ച നടന്നു എന്നുള്ള കാര്യത്തിൽ ചാരിതാർത്ഥമുണ്ട്. തുടർന്നും ഇത് മുടക്കം കൂടാതെ നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. 8-ാം നൂറ്റാണ്ടിൽ സിറിയയിൽ നിന്നും 2 രത്നവ്യാപാരികൾ കൊല്ലത്ത് വന്ന് മഹാരാജാവിൻ്റെ പ്രഥമ ന്യായാധിപനായി ഭരണമേൽക്കുകയും അവിടെ 12-ാം നൂറ്റാണ്ട് വരെ സ്ഥിരതാമസമാക്കി ഭരണകാര്യങ്ങളിലും ബിസിനസ്സിലും ഇടപെടുകയുണ്ടായി. എന്നാൽ ചില ആഭ്യന്തര കലഹങ്ങൾ നിമിത്തം 12-ാം നൂറ്റാണ്ടിൽ കൊല്ലത്ത് നിന്ന് കല്ലട തുളസി മണപ്പുറത്ത് പോയി സ്ഥിരതാമസമാക്കി. അവിടെ നിന്നും 16-ാം നൂറ്റാണ്ടിൽ തൊമ്മൻ എന്ന് പറയുന്നതായ ആളും 2 സഹോദരന്മാരും അവിടെ നിന്നും വടക്കോട്ട യാത്രയായി. അതിൽ തൊമ്മനും ഒരു സഹോദരനും കൂടി ചെങ്ങന്നൂർ മുക്കത്ത് വഞ്ചപ്പുഴ ചീഫിൻ്റെ അടുത്ത് ഉള്ള ഒരു വീട് മുക്കത്തെന്ന് പറയുന്ന വീട്ടിൽ സ്ഥിരതാമസമാക്കി. ആ പരമ്പരയിൽപ്പെട്ടതായ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഒരു വല്യമ്മച്ചി, അക്കമ്മ എന്ന് പറയുന്നതായ വല്യമ്മച്ചി, പെസഹാ ദിവസം അന്നത്തെ ആചാരപ്രകാരം കുർബാനയ്ക്ക് ശേഷം ഉമിനീര് തുപ്പാൻ പാടില്ലാത്തത് കൊണ്ട് കുറച്ച് അവലുമായിട്ടാണ് കച്ചമുറിയുടെ മടിയിൽ കുറച്ച് അവലുമായിട്ടാണ് പള്ളിയിലേക്ക് പോയത്. അവിടെ ഒരു പിടി അവലേ ഉള്ളായിരുന്നു. അതിലടുത്തിരുന്ന 3-4 പേർക്ക് ഈ അവൽ കൊടുക്കുകയുണ്ടായി. അത് മാനസികമായിട്ട് ഞങ്ങളുടെ ആ വല്യമ്മച്ചയെ വളരെ വിഷമിപ്പിച്ചു. അടുത്ത വർഷം അല്പം കൂടെ കൂട്ടി, അതായത് ഒരു കൈ നിറച്ച് കൊണ്ടുപോയി അന്നേരം 5-10 പേർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ആ അമ്മച്ചിയുടെ മരണസമയം വരെ അത് ഇടങ്ങിഴിയെന്നോ 2 കിഴിയെന്നോ 3 കിഴിയോ അവൽ ഉള്ളതായിട്ടാണ് ഞങ്ങളുടെ ചരിത്രം പറയുന്നത്. അതിനുശേഷം മുക്കത്ത് കുടുംബം ആ വല്യമ്മച്ചിയെ ആദരിച്ചുകൊണ്ട് എല്ലാ പെസഹാ ദിവസവും അത് അവൽ നനച്ച് കൊടുക്കുകയുണ്ടായി. അത് ഇപ്പോൾ ഇന്നേ ദിവസം ഞങ്ങൾ 350 കിലോ അവലും
15 പാട്ട ശർക്കരയും 1500 തേങ്ങ തിരുമ്മി ഇതെല്ലാ കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്നതായ നേർച്ച വസ്തുക്കളാകുന്നു. അത് ഈ കുടുംബാംഗങ്ങളിൽപ്പെട്ടവരും അല്ലാത്തവരുമായിട്ട് ചേർന്ന് ഈ ബുധനാഴ്ച രാത്രിയിൽ ഇത് കുഴച്ച് ഈ അവൽപരുവത്തിലാക്കി ഞങ്ങളുടെ കുടുംബ ഭാരവാഹികൾ ഇത് വിളമ്പി കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല അവിടെ കൂടിയിരുന്ന ഏകദേശം 2500 പേർക്ക് ഞങ്ങൾ കൊടുക്കാനുള്ളതായ സകലവിധമായ സംവിധാനങ്ങളും ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കുടുംബയോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ആവൽ നേർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്നതിൽ ഇത്രയും ഭംഗിയായിട്ട് ഓരോ വർഷവും നടത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. കുടുംബാംഗങ്ങൾ എന്ന നിലയ്ക്കല്ല, ഇതിൽ പങ്കെടുക്കുന്ന ഈ ചുറ്റുപാടിലുള്ള എല്ലാവരും കിഴക്കൻ മേഖല, കുമ്പനാട് അതുപോലുള്ള ധാരാളം ദൂരസ്ഥലങ്ങളിൽ ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികളും കുടുംബയോഗത്തിലെ എല്ലാ അംഗങ്ങളും ഈ വിഷയത്തിൽ ധാരാളമായിട്ട് സഹകരിക്കുകയും ഏറ്റവും ഭംഗിയായി നടത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ വർഷവും ഇത്രയും ഭംഗിയായി നടത്താൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇതിനകത്ത് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരോടും കുടുംബയോഗത്തിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്കുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചോളൂ. ഇതുമായിട്ട് ഭാഗമാക്കാൻ കുടുംബയോഗത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കൂടുതൽ സഹോദരങ്ങൾ ഓരോ കൊല്ലവും ഇതിൽ പങ്കെടുക്കുന്നു, നാട്ടുകാരും ഇതിൽ പങ്കെടുക്കുന്നു എന്ന് കാണുന്നതിൽ പ്രത്യേക സന്തോഷമുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടി ഓരോ കൊല്ലം തോറും കൂടുതൽ ശക്തമായി സമൂഹത്തിന് നന്മയ്ക്ക് ഉതവത്തക്ക രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.